വള്ളലാർ ശ്രീ രാമലിംഗസ്വാമികളുടെ അരുൾപ്പെരും ജ്യോതിയിലെ അടുത്ത അകവൽ നമുക്ക് നോക്കാം. ഉഭയ പക്കങ്ങളും ഒன்றന കാട്ടിയ അഭയചിത്സഭയിൽ അരുൾപ്പെരും ജ്യോതി. ഉഭയ പക്കങ്ങളും ഒன்றന കാട്ടിയ അഭയം. അങ്ങനെയുള്ള ചിത്സഭയിൽ അരുളുന്ന പെരും ജ്യോതി. അപ്പോൾ അഭയത്തിലാണ് പെരുംജ്യോതി പ്രകാശിക്കുന്നത്. അഭയമാകുന്ന ചിത്സഭയിൽ അരുൾപ്പെരും ജ്യോതി പ്രകാശിക്കുന്നു. എങ്ങനെ? ഉഭയപദങ്ങളും ഒன்றന കാട്ടിയ, ഉഭയപക്കങ്ങളും ഒன்றന കാട്ടിയ, രണ്ട് പക്കങ്ങളും രണ്ട് ഭേദങ്ങളും ഒന്നാണെന്ന് കാണിച്ചുന്ന അരുൾപ്പെരും ജ്യോതി. അതായത് പ്രകൃതി തത്വങ്ങളും അതേപോലെ ശിവതത്വങ്ങളും ഒന്ന് തന്നെയാണെന്ന് ഈ അരുൾപ്പെരും ജ്യോതി എനിക്ക് ബോധ്യപ്പെടുത്തി തന്നു. അപ്പോൾ അരുൾപ്പെരും ജ്യോതി എനിക്ക് ഉഭയപക്കങ്ങളും ഒന്ന് തന്നെയാണ് എന്ന് കാണിച്ചു തന്നു. അതായത് വൈരുദ്ധ്യത്തിലുള്ള ഏകാത്മകത, രണ്ട് ദ്വന്ദ്ങ്ങൾ ഏകമാണ് എന്നുള്ള ആ മഹാസത്യം അരുൾപ്പെരും ജ്യോതിയാണ് എനിക്ക് അനുഭവപ്പെടുത്തി തന്നത്. ഇരുപക്കങ്ങൾ എന്ന് പറയുന്നത് പ്രകൃതി നിയമങ്ങളാണ്, പ്രകൃതി തത്വങ്ങളാണ്. ഈ പ്രകൃതി തത്വങ്ങളും ശരീരതത്വങ്ങളും അതേപോലെ തന്നെ ശിവതത്വങ്ങളും രണ്ടും വൈരുദ്ധ്യം നിറഞ്ഞതാണ്. അതായത് ഒന്ന് മായ, മറ്റൊന്ന് യാഥാർത്ഥ്യം, ഒന്ന് ഉണ്മ, ഒന്ന് അസത്യം. ഈ അസത്യവും സത്യവും, അതായത് ഉണ്മയും മായയും രണ്ടും ഒന്നാണ് എന്ന് ഭഗവാൻ എനിക്ക് കാണിച്ചു തരുന്നു. അരുൾപ്പെരും ജ്യോതി എനിക്ക് കാണിച്ചു തരുന്നു. ഏകമാണ് ഉഭയപക്കം, രണ്ട് വൈരുദ്ധ്യങ്ങൾ ഏകമാണ് എന്ന് അരുൾപ്പെരും ജ്യോതി എനിക്ക് കാണിച്ചു തരുന്നു. ശരീരത്തിൽ വരുമ്പോൾ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം തുടങ്ങിയവയും അതേപോലെ പഞ്ചേന്ദ്രിയങ്ങളും എല്ലാം തന്നെ ശിവതത്വവുമായി ഒന്നിച്ചു ചേർന്നതാണ് എന്ന് ഭഗവാൻ എനിക്ക് കാണിച്ചു തന്നു. അരുൾപ്പെരും ജ്യോതി എനിക്ക് കാണിച്ചു തന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ വൈരുദ്ധ്യങ്ങളെ ഏകാത്മകതയിൽ യോജിപ്പിക്കുന്ന ആ ദിവ്യമായ അനുഭൂതിയാണ് അരുൾപ്പെരും ജ്യോതി നമുക്ക് നൽകുന്നത്. അതായത് പ്രകൃതിയിൽ വൈരുദ്ധ്യങ്ങളുണ്ട്, തണുപ്പ്, ചൂട്, അതുപോലെ ദുഃഖം, സുഖം. ഈ വൈരുദ്ധ്യങ്ങളെല്ലാം തന്നെ ഒന്നിൻ്റെ ഭാവങ്ങളാണ്. അവ ആത്യന്തികമായ ഒന്നാണ്. ആ ഒന്നിൽ നിന്നാണ് ഈ രണ്ട് ഉണ്ടാകുന്നത്. ഒന്ന് വിഭജിച്ചാണ് രണ്ട് ഉണ്ടാകുന്നത്. ഈ സത്യം മനസ്സിലാക്കുമ്പോൾ ആ ഒന്നിൽ തന്നെ നാം അഭയം തേടുന്നു. ഒന്നായി കഴിഞ്ഞാൽ പിന്നെ ഭയമില്ല. രണ്ട് എന്നുള്ള അവസ്ഥയിലാണ് ഭയം നമ്മെ കാർന്നു തിന്നുന്നത്. നാം ഭയത്തിന് അടിമയാകുന്നത് ദ്വൈതം നമ്മിലുള്ളത് കൊണ്ടാണ്. ദ്വൈതം അല്ല, അദ്വൈതമാണ്. ഈ ദ്വൈതത്തിൻ്റെ പിന്നിൽ നിറഞ്ഞു നിൽക്കുന്നത് അദ്വൈതമാണ്, ഏകമാണ് എന്ന സത്യം നാം മനസ്സിലാക്കണം. സുഖവും ദുഃഖവും ഒന്നിൻ്റെ തന്നെ രണ്ട് ഭാവാന്തരങ്ങളും രൂപാന്തരങ്ങളുമാണ്. അതേപോലെ തന്നെ വേദന, സന്തോഷം, സന്താപം ഇതെല്ലാം തന്നെ ഒന്ന് തന്നെയാണ്. അതിൻ്റെ ഉത്ഭവസ്ഥാനം ഏകമാണ്. ഏകത്തിൽ നിന്നാണ് ഈ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ വൈരുദ്ധ്യത്തിൻ്റെ പിന്നിലുള്ള ഏകാത്മകത, അതായത് ദ്വൈതത്തിൻ്റെ പിന്നിലുള്ള അദ്വൈതത്തെ എനിക്ക് ഈ അരുൾപ്പെരും വെളിച്ചം കാണിച്ചു തന്നു. ഈ അരുൾപ്പെരും ജ്യോതിയിലൂടെ ഞാൻ അഭയത്തിലെത്തി. ദ്വൈതം എപ്പോഴും നമ്മെ ഭയപ്പെടുത്തുന്നു. അദ്വൈതം എല്ലാം ഒന്നാണ് എന്ന ആ അവസ്ഥ സംജാതമാകുമ്പോൾ
ആ ഒന്ന് എന്ന അവസ്ഥയിൽ പിന്നെ ഭയമില്ല, അഭയം മാത്രമേ ഉള്ളൂ. ഈ അഭയമാണ് യഥാർത്ഥ അരുൾപ്പെരും ജ്യോതി. അപ്പോൾ അഭയമാകുന്ന ചിൽസഭയിൽ വിളങ്ങുന്ന അരുൾപ്പെരും ജ്യോതി, ഈ അരുൾപ്പെരും ജ്യോതിയാണ് മാണിക്യവാചകർ തിരുവാചകത്തിൽ വിശദീകരിക്കുന്നത്. നമുക്ക് അത് നോക്കാം. വിശ്വസൃഷ്ടിക്ക് വിത്തായി, സൃഷ്ടിക്ക് അതീതനായി, പരിമള കൂന്തലാളുമായൊത്തുവാണ് ഗൂഢമായി രൂപമേന്തി, ദൃശ്യങ്ങളായി അദൃശ്യങ്ങളായി അരൂപിയായി നിൽക്കും നാഥനെ തൊഴുന്നു. അപ്പോൾ ദൃശ്യനും അദൃശ്യനുമായ ആ നാഥനെ, അരുൾപ്പെരും ജ്യോതിയെ ഞാൻ തൊഴുന്നു. വിശ്വസൃഷ്ടിക്ക് വിത്തായിട്ടുള്ളവനാണ് ശിവൻ, സൃഷ്ടിക്ക് അതീതനാണ് ശിവൻ. പരിമളക്കൂന്തലാളായ പാർവതിയോടൊത്ത് വാഴുമ്പോഴും അദ്ദേഹം ഏകനാണ്, രണ്ടാണെങ്കിലും ഒന്നാണ്. പിന്നെ ഗൂഢമായി രൂപമായി അരൂപമായി അദൃശ്യമായി കഴിയുന്നവനാണ് ശിവൻ. അങ്ങനെയുള്ള ആ ശിവനാകുന്ന നാഥനെ ഞാൻ തൊഴുന്നു. ഇതാണ് മാണിക്യവാചകർ പറയുന്നത്. പിന്നെ തുടർന്ന് അദ്ദേഹം പറയാം, എന്നെ എൻ നാഥൻ ശക്തിയുക്തനായിക്കൊണ്ട് ഇല്ല എങ്കിൽ എൻ നാഥനോട് ഞാനും ചിന്തയും ഏകുമാകുമോ? സ്വർഗവും ദിക്ക് പത്തും ആഴിയുമായോരെൻ്റെ നായക പദത്തെ ഞാനിതാ തൊഴുന്നു. എന്നെ എൻ നാഥൻ ശക്തിയുക്തനായിക്കൊണ്ടു, ശക്തിയും അതേപോലെ തന്നെ ബലവും നൽകുന്ന എൻ്റെ ഭഗവാനാണ്. എൻ്റെ നാഥനോട് ഞാനൊന്നും ചിന്തയിൽ ഏകനായി തീർന്നിരിക്കുന്നു. സ്വർഗവും ദിക്ക് പത്തും ആഴിയുമായി എല്ലാം എൻ്റേതാണ് എന്നെനിക്ക് അനുഭവപ്പെട്ട് കിട്ടി. വിശ്വസൃഷ്ടിക്ക് ഹേതുവാണെങ്കിലും ശിവൻ അതിനോട് ബന്ധമില്ലാതിരിക്കുന്നു. ഭാര്യയുമായി ഒന്നിച്ച് ചേർന്നിരിക്കുമ്പോഴും അങ്ങനെയുള്ള കുടുംബിനിയാണെങ്കിലും ഉമയെ ദേഹാർത്ഥമാക്കിയതിനാൽ അകുടുംബിയായും ഇരിക്കുന്നു. സ്വയം രൂപം കൊണ്ടും ലോകവിഷയങ്ങളോട് കൂടിയവനായും അല്ലാത്തവനായും അരൂപിയായും ശിവൻ നിലകൊള്ളുന്നു. അപ്പോൾ രൂപിയാണ് ശിവൻ, അരൂപിയാണ് ശിവൻ. ഈ രണ്ട് ദ്വൈതങ്ങളും ഏകമാക്കി ഉഭയപക്കവും ഒന്നായി കരുതുന്നു. രണ്ട് വൈരുദ്ധ്യങ്ങളെയും ഒന്നാക്കുന്ന അരുൾപ്പെരും ജ്യോതി. ആ അരുൾപ്പെരും ജ്യോതിയെ ഞാൻ നമിക്കുന്നു എന്നാണ് ഇവിടെ വള്ളലാർ സ്വാമികൾ പറയുന്നത്. അപ്പോൾ അരുൾപ്പെരും ജ്യോതി വൈരുദ്ധ്യങ്ങളെ ഏകാത്മകമാക്കുന്നു. അങ്ങനെ ഏകാത്മകമാക്കുമ്പോൾ, ദ്വൈതത്തെ അദ്വൈതമാക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഭയമില്ലാതാകുന്നു. അഭയസ്ഥാനമാകുന്ന ചിൽസഭയിൽ നാം എത്തിച്ചേരുന്നു. ഈ അഭയമാകുന്ന ചിൽസഭയാണ് നമ്മുടെ അരുൾപ്പെരും ജ്യോതി. അപ്പോൾ ഭയത്തിൽ നിന്ന് അഭയത്തിലേക്കുള്ള ഒരു ഉയർച്ചയാണ് അരുൾപ്പെരും ജ്യോതി ധ്യാനത്തിലൂടെ നാം എത്തിച്ചേരുന്നത്. ദ്വൈതം മാറുന്നു, അദ്വൈത ഭൂമിയിലേക്ക് നാം എത്തിച്ചേരുന്നു. രണ്ട് എന്ന ഭാവം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഭയമുണ്ടാകുന്നത്. രണ്ടില്ല, ഒന്നേ ഉള്ളൂ, ഞാനും നീയും ഒന്നാണ് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ അഭയം മാത്രമേ ഉള്ളൂ, പിന്നെ അവിടെ ഭയമേ ഇല്ല. അങ്ങനെ അഭയത്തിൻ്റെ ചിൽസഭയിൽ പ്രകാശിക്കുന്ന അരുൾപ്പെരും ജ്യോതിയെ ഞാനിതാ നമിക്കുന്നു. ഓം ശിവായ നമഃ.